നെയ്യാറ്റിൻകരയിൽ ബാങ്ക് വഴി പണം ട്രാൻസ്ഫർ ചെയ്തുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച 1,80,000 രൂപയുടെ 6 മൊബൈൽ ഫോണുകൾ കവർന്ന കള്ളൻ പിടിയിൽ. കോഴിക്കോട് ഫറൂഖ് സ്വദേശി ഇജാസ് അഹമ്മദ് അറസ്റ്റിലായത് തമ്പാനൂരിൽ മറ്റൊരു മോഷണം നടത്തുന്നതിനിടെയാണ്. മീനാക്ഷി, തെറ്റ് ആര് ചെയ്താലും അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും. എനിക്ക് കർമ്മയിൽ വിശ്വാസമുണ്ട്. മനോരമ ന്യൂസ് വാർത്തയുടെ യൂട്യൂബ് ലിങ്കിന് താഴെ വന്ന ഒരു കമന്റും മോഷ്ടാവിനെ തിരിച്ചറിയുന്നതിൽ പോലീസിന് തുണയായി. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. നവംബർ 25-നാണ് നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RSP മൊബൈൽ കടയിൽ മോഷണം നടന്നത്. എന്നിട്ട് സ്വകാര്യ കമ്പനിയിൽ മാനേജറെന്ന് പരിചയപ്പെടുത്തി കടയിലെത്തിയ മോഷ്ടാവ് 1,80,000 രൂപ വില വരുന്ന 6 മൊബൈൽ ഫോണുകൾ ഓർഡർ ചെയ്തു. വെരി ഗുഡ്. അവനാണ് ആൺകുട്ടി. പക്ഷേ ഓടി തീർക്കോ? തീർന്നാലും ഇല്ലെങ്കിലും അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ചെക്ക് സ്വീകരിക്കില്ലെന്ന് അറിയിച്ചതിനാൽ ബാങ്കിൽ പോയി പണം ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ ഇയാൾ അടുത്തുള്ള സ്വകാര്യ ബാങ്കിന്റെ ബ്രാഞ്ചിലേക്ക് പോയി. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. തിരിച്ചെത്തി പണം ട്രാൻസ്ഫർ ചെയ്തതിന്റെ സ്ലിപ്പ് കാണിച്ച 6 മൊബൈലുകളുമായി മടങ്ങി. അയ്യ, അത് നല്ല വിചാരായിപ്പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. പിന്നീട് അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതായി ഉടമ തിരിച്ചറിഞ്ഞത്. ചതിച്ചോ ദൈവം. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടുന്ന പഞ്ചസാരയും മുങ്ങി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്ക് താഴെ ഇയാളുടെ പേര് വിവരങ്ങൾ ഒരാൾ കമന്റ് ചെയ്തു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഇതാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായകരമായത്. തമ്പാനൂരിൽ മറ്റൊരു മോഷണത്തിനിടെ ഇയാൾ അറസ്റ്റിലായി. തുടർന്ന് നെയ്യാറ്റിൻകര പോലീസിന് കൈമാറി. താങ്ക്സ് മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.